ക്ഷേത്രങ്ങളിൽ ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിനായി നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ലക്ഷാർച്ചന. ലളിതാ സഹസ്രനാമങ്ങൾ കൊണ്ടോ ഋഗ്വേദ മന്ത്രങ്ങൾ കൊണ്ടോ 1,00,000 തവണ പൂജകളും അർച്ചനകളും നടത്തുന്ന വഴിപാടാണിത്. സർവൈശ്വര്യപ്രദായിനിയായ പൊൻകുന്നം പുതിയകാവിലമ്മയുടെ തിരുനടയിൽ ഇഥം പ്രഥമമായി ലക്ഷാർച്ചന നടത്തി. പാപപരിഹാരത്തിനും ശാരീരിക മാനസിക ദുരിതങ്ങൾ മാറുന്നതിനുമായാണ് ലക്ഷാർച്ചന നടത്തിയത്. ഓം മുഖചന്ദ്രകളങ്കാഭമൃഗതാഭിവിശേഷകായേ നമഃ. ഓം വദനസ്മരമാംഗല്യകൃതോരണജില്ലികായേ നമഃ. ഓം വദനശ്രീപരിവാവതലന്മീനാഫലോചനായ. ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ടുമന നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വവും മേൽശാന്തി ഇടനാട് കുന്നപ്പള്ളി ഇല്ലം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികത്വവും വഹിച്ചു. നാമങ്ങൾ ദേവിയുടെ ഈ 1,00,000 നാമങ്ങളല്ല, ഈ ലളിതാ സഹസ്രനാമം എന്ന് പറഞ്ഞാൽ 1,08,000 ഒക്കെ ഉണ്ട്, കൂടുതലുണ്ട്. അപ്പോൾ ആ 1,00,000 നാമം എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പം ജപിക്കുന്നതിൽ ചിലർ വിട്ടുപോകാം, ചിലർക്ക് ചിലപ്പം മറന്നു പോകാം. അപ്പോൾ അതൊന്നും ലോപം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 15 പേര് 7 ആവർത്തി ജപിക്കുമ്പോൾ 1,05,000 നാമങ്ങൾ വരും. അപ്പോൾ എന്തെങ്കിലും ഒരു ലോപം അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനാണ് അങ്ങനെയുള്ള ജപങ്ങൾ നടക്കുന്നത്. പ്രധാനമായിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്കും ദേവിയുടെ ചൈതന്യ ലോപം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായി നല്ല ഐശ്വര്യം എല്ലാ ജനങ്ങൾക്കും, അതുപോലെ നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു സംരംഭം ഇവിടെ ഉണ്ടാകുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.